നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയൊരു കരുത്തായി മാറുകയാണ് പൂനെ ആസ്ഥാനമായുള്ള നിബ് ലിമിറ്റഡ്. ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം നിർമ്മിക്കുന്നതിനായി 292.69 കോടിയുടെ വമ്പൻ കരാറാണ് കമ്പനി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് കേവലം ഒരു ആയുധ ഇടപാടല്ല, മറിച്ച് ഇന്ത്യയുടെ ദീർഘദൂര പ്രഹരശേഷിയിൽ വിപ്ലവകരമായ മാറ്റം കുറിക്കുന്ന ഒന്നാണ്. ഈ ലോഞ്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പ്രഹര പരിധി തന്നെയാണ്. ശത്രുവിന്റെ 150 കിലോമീറ്റർ ദൂരെയുള്ള താവളങ്ങൾ തകർക്കാൻ ശേഷിയുള്ള റോക്കറ്റുകളും 300 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി നശിപ്പിക്കാൻ കഴിയുന്ന റോക്കറ്റുകളും ഒരേ സിസ്റ്റത്തിൽ നിന്ന് വിക്ഷേപിക്കാം. യൂണിവേഴ്സൽ ലോഞ്ചർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിവിധതരം റോക്കറ്റുകളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് തൊടുക്കാൻ ഇതിന് സാധിക്കും. ഇത് യുദ്ധഭൂമിയിൽ സൈന്യത്തിന് വലിയ ഫ്ലെക്സിബിലിറ്റി നൽകും. ഇതിനാവശ്യമായ ഗ്രൗണ്ട് എക്യുപ്മെന്റ്, വെടിക്കോപ്പുകൾ, ആക്സസറികൾ എന്നിവയെല്ലാം നിബ് തന്നെയാവും വിതരണം ചെയ്യുന്നത്. ഈ ആയുധ നിർമ്മാണത്തിന് പിന്നിൽ ആധുനിക യുദ്ധ തന്ത്രങ്ങളിലെ ഭീമന്മാരായ ഇസ്രയേലിന്റെ സാങ്കേതിക സഹായമുണ്ട്. ഇസ്രയേൽ പ്രതിരോധ രംഗത്തെ ഭീമനായ എൽബിറ്റ് സിസ്റ്റംസുമായി ചേർന്നാണ് ലോഞ്ചർ വികസിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ വിഖ്യാതമായ പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ ഈ സിസ്റ്റം നിർമ്മിക്കുന്നത്. ഇസ്രയേലിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റത്തിലൂടെ അത്യാധുനിക റോക്കറ്റ് ലോഞ്ചറുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്നു എന്നത് വലിയ നേട്ടമാണ്. മുൻപ് ഇത്തരം ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ അവ ഇവിടെ നിർമ്മിക്കുക മാത്രമല്ല, ഭാവിയിൽ കയറ്റുമതി ചെയ്യാനും ലക്ഷ്യമിടുന്നുണ്ട്. ഈ കരാറിലൂടെ ഇന്ത്യൻ അതിർത്തികളിൽ സുരക്ഷാ കവചം കൂടുതൽ ശക്തമാവുകയാണ്. കേവലം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സജ്ജമായി റോക്കറ്റുകൾ തൊടുക്കാൻ കഴിയുന്ന ഈ സംവിധാനം ശത്രുപക്ഷത്തിന് വലിയൊരു ഭീഷണിയാകും. സ്വകാര്യ മേഖലയിലെ ഒരു ഇന്ത്യൻ കമ്പനി ഇസ്രയേലി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത്രയും വലിയൊരു ലക്ഷ്യം പൂർത്തിയാക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. വരും വർഷങ്ങളിൽ ലോകത്തെ മികച്ച പ്രതിരോധ ആയുധ നിർമ്മാണ ഹബ്ബായി ഇന്ത്യ മാറുന്നതിന്റെ സൂചനയാണിത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.